pani pa ma ga ma pa sa ga sa ni pani pa ma ga sa ga ma pa pa ma pani pa ma ga ma pa sa ga sa ni pani pa ma ga sa ga ma tak dim tak dim tak jam tak dim tak jam கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை கண்களுக்கு சொந்தமில்லை கண்ணோடு மணியானாயன நான் கண்ணை விட்டு பிரிவதில்லை என்னை விட்டு பிரிவதில்லை Hello everyone, welcome to Moonlight Muse. ഇന്നത്തെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ദിസ് സോങ് ഇസ് എ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു മൈ ഫാദർ. ഞാൻ 9th പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ഇൻറ്റർ ഹൗസ് മ്യൂസിക് കോമ്പറ്റീഷനൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു. സോ ഞാൻ ഈ പാട്ടാണ് പഠിച്ചെന്ന് പാടിയത്. എനിക്ക് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് എൻ്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഈ സ്വരങ്ങളൊക്കെ പാടാനുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ എൻ്റെ അച്ഛന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഞാൻ പാടി കേൾക്കുമ്പോൾ. സോ എപ്പോഴും യൂസ് ടു ഓൾവേസ് മെൻഷൻ ഞാൻ ഈ പാട്ടിനൊരു കവറൊക്കെ ചെയ്യണം എന്ന്. പക്ഷെ അത് ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും എനിക്ക് പാടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അച്ഛാ, ദിസ് ഇസ് ഫോർ യു. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ മേജർ ഡിസ്കഷൻ എന്താണെന്ന് എല്ലാവർക്കും ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇറ്റ്സ് ദ ക്ലീഷേഡ് ആയിട്ട് എല്ലാവരും പറയുന്ന ടോപ്പിക് എന്ന് പലവരും വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് മൈ മദർഹുഡ് ജേർണി. സോ ഐ ക്യാൻ ടെൽ യു വൈ ഇറ്റ്സ് നോട്ട് ക്ലീഷേഡ്. ബേസിക്കലി ഈച്ച് പേഴ്സൺ ഇസ് യുണീക്ക് അല്ലേ. അപ്പം ഓരോ ആളുടെ ലൈഫിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസസും വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ചിലർക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായത്. ചില ആൾക്ക് ഭയങ്കര ട്രോമറ്റൈസിങ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും വളരെ യുണീക്കാണ്. സോ ദാറ്റ്സ് വൈ ദിസ് ഇസ് നോട്ട് ക്ലീഷേ. അപ്പം മദർഹുഡ് ജേർണി എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര മൾട്ടി ഡൈമെൻഷണൽ ടോപ്പിക്കാണ് അല്ലേ. ബിക്കോസ് ദ ടൈം ഫ്രം യു കൺസീവ് ആ സമയം തൊട്ട് ദ 9 months ടിൽ ദ കംപ്ലീഷൻ ഓഫ് യുവർ ടേം ആൻഡ് ഡെലിവറിങ് എ ബേബി ആൻഡ് ഫ്രം ദെൻ ഇറ്റ്സ് ലൈക്ക് ലോട്ട്സ് ഓഫ് തിങ്സ് റൈറ്റ്. കുഞ്ഞ് ജനിക്കുന്നു, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ നമ്മുടെ ലൈഫ് ഫോർ എവ്രി വുമൻ, ഒരു അമ്മയാവുന്ന എല്ലാ സ്ത്രീക്കും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ ചേഞ്ചാണ്, ഒരു ഹ്യൂജ് ചാപ്റ്റർ ഇൻ വൺസ് ലൈഫാണ് അല്ലേ. സോ അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീങ് എ ബ്രോഡ് ടോപ്പിക്, ഐ കാൻ ഫിനിഷ് ഇറ്റ് ഇൻ വൺ വ്ളോഗ്. അപ്പം ഇത് പാർട്ട് ബൈ പാർട്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. സോ ഇൻ ദിസ് ജേർണി ഐ ബി ഡിസ്കസിങ് നോട്ട് ജസ്റ്റ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഫ്രം ദ സൊസൈറ്റി, വാട്ട് വാസ് ഐ ഗെറ്റിംഗ്, എന്താണ് എനിക്ക് നേരിടേണ്ടി വന്നത്, ആൻഡ് ഇപ്പം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളും ഒക്കെ കൂടെ ഇതിൽ ഭാഗമാവും. ഫോർ ഇൻസ്റ്റൻസ് ബോഡി ഷേമിങ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, എവറിത്തിങ്. ഓക്കെ, അധികം വച്ച് താമസിക്കാണ്ട് പാർട്ട് 1 പോയാലോ. അപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ ബ്രിഡ്ജ് ടുവേർഡ്സ് മൈ മദർഹുഡ് ജേർണി, എൻ്റെ കല്യാണം. ഓക്കെ, സോ ഞാൻ എൻ്റെ 3rd year BLLB ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഡൻലി നമ്മുടെ ഒരു ക്ലോസ് ഫാമിലി ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്കൊരു വെഡ്ഡിങ് പ്രപ്പോസൽ വരുന്നത്. ക്ലോസ് ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഫാദർ-ഇൻ-ലോ ആണ്. അപ്പം അച്ഛനാണ് ഇങ്ങനെ മോന് വേണ്ടി പ്രപ്പോസലായിട്ട് എൻ്റെ പേരൻസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രപ്പോസൽ വന്നതുകൊണ്ട് അമ്മ വാസ് ലൈക്ക് ഓക്കെ, നമുക്ക് എന്തായാലും ജാതകമൊക്കെ നോക്കാം. നമ്മൾ അമ്മയ്ക്ക് പരിചയമുള്ളൊരു ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോയി എൻ്റെ ജാതകമൊക്കെ കൊടുത്തു. ജാതകം കൊടുത്ത സമയത്ത് പൊരുത്തമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 10 പൊരുത്തം വേണം അങ്ങനെയൊന്നുമില്ല. ആരോഗ്യത്തിനും ആയുസ്സിനും പ്രശ്നമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി നമ്മൾ എപ്പോഴും പറയും. സോ അതൊക്കെ നോക്കി ഇറ്റ് വാസ് ഓൾ ഫൈൻ. ബട്ട് ഇപ്പം ട്വിസ്റ്റ് ഇവിടെയാണ് വരാൻ പോകുന്നത്. ജാതകം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇപ്പം ഇങ്ങനെ ഉണ്ടല്ലോ, ഇത്രയും വർഷത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ കുറേ വർഷം കഴിഞ്ഞാൽ നടക്കുള്ളൂ. അപ്പം അങ്ങനത്തെ ടിപ്പിക്കൽ ഒരു സംഭവം നമ്മൾ അറിഞ്ഞു ജാതകം നോക്കിയതിന് ശേഷം. അപ്പം പിന്നെ എല്ലാം ശരിക്കും ഭയങ്കര ക്വിക്കായിട്ടാണ് നടന്നത്. അപ്പം ഇതെല്ലാം അറിഞ്ഞു. ദെൻ എവറിബഡി വാസ് വെരി ഹാപ്പി ബിക്കോസ് ദർ ഇസ് ദിസ് തിങ് വിത്ത് ഓൾ ദ പേരൻസ്, ഇഫ് യു നോ ദറ്റ് യുവർ പ്രോസ്പെക്റ്റീവ് സൺ-ഇൻ-ലോ പണ്ട് തൊട്ടേ നമുക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ ദേ ഫീൽ മച്ച് സേഫർ. ഷി വാസ് ക്വൈറ്റ് optimistic that it will be good for me, this relationship will be good for me. And
ആൻഡ് വളരെ വേഗം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ആൻഡ് വി ഹാഡ് ലൈക്ക് ഓൾമോസ്റ്റ് എ ഇയേഴ്സ് ഗ്യാപ്പ്. അപ്പം 1 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം. അപ്പോൾ കല്യാണം കഴിയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ 3rd ഇയർ ഗ്രാജുവേഷൻ്റെ ബിഗിനിങ്ങിൽ എന്തോ ആയിരുന്നു. സോ ആ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാം ഹാപ്പി, ഓൾ ഓക്കെ. അപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഈ സൊസൈറ്റിയിലൊക്കെ പൊതുവേ ഉണ്ടല്ലോ, ഒരു കാര്യം നടക്കാൻ പോകുന്നതിന് മുമ്പും നടന്നു കഴിഞ്ഞിട്ടുമൊക്കെ കുറേ പേര് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, കുറേ പേര് കുറച്ചൊന്ന് അറിയാണ്ടോ കുത്തി നോവിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ എന്തോ ആവശ്യത്തിന് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എൻ്റെ കോളേജിലൊക്കെ പോകണമെന്ന്. സോ ദർ വാസ് എ ബസ്, ദേ കെപ്റ്റ് ഓൺ ഹിയറിങ് ദാറ്റ് കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ പഠിത്തമൊക്കെ പോയി, ഇനി ഇത് പഠിക്കുകയൊന്നും ഇല്ല, ഇനി അതിനെ പറ്റിയൊന്നും ആലോചിക്കേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് വളരെ പരിചയമുള്ള ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് കുറച്ച് പേര് അവരും ഇതുപോലെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് സൂചിപ്പിച്ചു, ഇപ്പൊ ചാന്ദിനിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ ഇനിയിപ്പം പഠിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും, പഠിത്തമൊന്നും ഇനി നടക്കില്ല കേട്ടോ, ഇറ്റ്സ് ഓൾ ഗോൺ forever. No, she's not going to study or complete her graduation. So this is what they said in general. അപ്പം എൻ്റെ അമ്മ being a teacher, she was very determined, to see me as well as my younger sister to study well and get employed. Whatsoever, ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒത്തിരി വിഷമമായി, ഒരുപാട് സങ്കടമായി. ഓട്ടോമാറ്റിക്കലി ദ റിപ്ലൈ ദാറ്റ് ഐ ഗേവ് വാസ്, ബാക്കിയുള്ളവർ പറയുന്ന പോലെ അല്ല നമ്മുടെ ലൈഫ് അല്ലേ. ഇപ്പം എൻ്റെ കല്യാണം തന്നെ എടുത്താൽ മതി, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എൻ്റെ ഡ്രീംസ് വാസ് ടു കംപ്ലീറ്റ് മൈ LLB, അത് കഴിഞ്ഞ പിന്നെ LLMന് പോവുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, സോ ഓൺ. ഐ ഹാഡ് ലൈക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രീംസ് ഒക്കെയായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണ്. അപ്പം ഐ ഡോണ്ട് നോ, ദിസ് വാസ് ദ പ്ലാൻ ദാറ്റ് വാസ് കെപ്റ്റ് റെഡി ഫോർ മീ. എനിവേസ് കല്യാണം കഴിഞ്ഞു വളരെ പെട്ടെന്ന്. അപ്പം വീട്ടിലുള്ള അമ്മ ബോധേഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഐ ഹാവ് മൈ ഓൺ പെർസ്പെക്റ്റീവ് ആൻഡ് എൻ്റെ ഓൺ ഇൻഡിവിജ്വാലിറ്റി. സോ ഐ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എനിബഡി എൽസസ് വ്യൂ പോയിന്റ്. ഐ ക്യാൻ ക്യാരി ദിസ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ പഠിച്ച് എൻ്റെ കോഴ്സ് അതാത് സമയത്ത് വളരെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യും എന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് നൽകി. സോ അമ്മ വാസ് വെരി ഹാപ്പി, അമ്മയ്ക്ക് സന്തോഷമായി. ഇപ്പം പഠിച്ചോളൂ, ഉഴപ്പില്ല. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ലൈഫ് ഒരുപാട് ചേഞ്ച് ചെയ്യും അല്ലേ. ബിക്കോസ് സ്റ്റിൽ ദെൻ യു ആർ ശരിക്കും കല്യാണം കഴിയുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അതിന് മുന്നേ വരെ എനിക്ക് ഇത്രയും അറിയില്ലായിരുന്നു. നമ്മൾ ഭയങ്കര ഈസി, എൻ്റെ ഒരു റുട്ടീൻ വാസ് വെരി ഈസി. ഞാൻ രാവിലെ എണീക്കും, കുറച്ച് എൻ്റെ കാര്യങ്ങൾ ചെയ്യും, താഴെ ഇറങ്ങിപ്പോവും, എൻ്റെ ബെഡ്റൂമിൽ താഴെ ഇറങ്ങിപ്പോവും. അത് കഴിയുമ്പോഴത്തേക്കും ടിഫിൻ എല്ലാം റെഡി ആയിരിക്കും. അത് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വണ്ടി കയറും. കോളേജ് കുറച്ച് ദൂരമായിരുന്നു, അപ്പം ഞാൻ തന്നെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോവും, തിരിച്ചു വരും. സോ എവറിത്തിങ് വാസ് ടേക്കൺ കെയർ ഓഫ്. എനിക്ക് എൻ്റേതായ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ നോക്കി പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ കല്യാണം കഴിയുന്നതോടെ ഐ ഹാഡ് ടു ലുക്ക് ആഫ്റ്റർ വൺ മോർ പേഴ്സൺ ഇൻ മൈ ലൈഫ് and I had to share my things with another person, look after, manage the household chores. So it was like എന്താ പറയുക, totally new experience, ഒരു പുതിയ ഫ്രഷ് ചാപ്റ്റർ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പം അങ്ങനെ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എവറിത്തിങ് വാസ് ഗോയിങ് സ്മൂത്ത്ലി. അപ്പം കുറച്ച് മാസം, ഒരു 2, 4, 6, 8 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ സ്ഥിരമാണല്ലോ എല്ലാവരും, വിശേഷമൊന്നുമില്ലേ, കുട്ടികളായില്ലേ, ഗുഡ് ന്യൂസ് ഒന്നും പറയാനില്ലേ, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് യൂസ് ടു ജസ്റ്റ് പോപ്പ് ഇൻ വൺസ് ഇൻ എ വൈൽ. പക്ഷെ കുറച്ച് മുതിർന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ, ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ്സ് ഭയങ്കര എന്താ പറയുക, ഒരു ടൈം ടേബിളൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ. അറ്റ് ദിസ് ഏജ് യു ഗോയിങ് ടു ഗെറ്റ് മാരീഡ്, ദിസ് ടൈം ആകുമ്പോൾ യു ഷുഡ് ബി പ്രഗ്നൻറ്റ് ആൻഡ് ദെൻ ഇതിലാകുമ്പോൾ അടുത്ത കുട്ടി. സോ ആ സമയത്ത് ബീങ് യങ് ആൻഡ് ബീങ് ഇൻഎക്സ്പീരിയൻസ്ഡ്, ഐ തിങ്ക് ദാറ്റ്സ് എ റൈറ്റ് വേർഡ്. ഐ ഹാഡ് നോ ക്ലൂ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് മീ ആൻഡ് ഈ പറയുന്നതൊക്കെ എന്താണ് ശരി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിവേസ്, അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മുടെ 1 ഇയർ കഴിഞ്ഞു ആൻഡ് ദെൻ കൺസീവ് ചെയ്ത് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്തു മന്ത്സ്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ലാസ്റ്റ് ലെഗ് ഓഫ് ഗ്രാജുവേഷൻ്റെ ടൈമിലാണ് നിന്നത്. ദാറ്റ് ഇസ് ഡ്യൂറിങ് മൈ 10th സെമിസ്റ്ററാണ് ഞാൻ കൺസീവ് ചെയ്തതും. സോ ഐ ഹാഡ് ലൈക്ക് ലോട്ട്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്. എനിക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് പാർട്ട് ഓഫ് ദ പ്രഗ്നൻസി തന്നെ എനിക്ക് ഒരുപാട് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ദിസ് ഹൈപ്പർ എമിസിസ് ഗ്രാവിഡാരും, അതായത് എക്സസീവ് ആയിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഛർദിൽ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജ് എത്തുമ്പോഴത്തേക്കും തന്നെ ഞാൻ കുഴഞ്ഞൊരു വഴിക്കാവുന്നു. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ ഗ്രാജുവേഷൻ്റെ ലാസ്റ്റ് പരീക്ഷയൊക്കെ ഞാൻ എഴുതി. ബിക്കോസ് എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ലാസ്റ്റ് ലെഗ് ഓഫ് ഇറ്റ് ഐ വോണ്ട് ഫിനിഷ് ഇറ്റ് വിത്ത് ലൈക്ക് ദ ഹോൾ ബാച്ച്. ആൻഡ് with the grace of God and support by my parents, my husband, I could finish. എൻ്റെ ബാക്കിയുള്ള ബാച്ച്മേറ്റ്സിൻ്റെ ഒപ്പം ഇരുന്ന് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റി. നല്ല മാർക്സോടെ തന്നെ ഞാൻ പാസ് ചെയ്തു. അങ്ങനെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു.
അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനിടയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ ആ കോംപ്ലിക്കേഷൻസ് കാര്യം തിങ്സ് വെർ ഇൻ ദാറ്റ് സ്മൂത്ത് ആൻഡ് ഹാപ്പി. അപ്പം പീപ്പിൾ നെവർ അണ്ടർസ്റ്റുഡ് ബിക്കോസ് എനിക്ക് ഇടയ്ക്ക് കുറച്ചൊരു കപ്പിൾ ഓഫ് മന്ത്സ് ബെഡ് റെസ്റ്റ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്ത് പ്രഗ്നൻസി ഞങ്ങളും കുറേ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾ ബസ് കയറുമായിരുന്നു, ട്രെയിൻ കയറുമായിരുന്നു, നടന്നു പോകുമായിരുന്നു, ഓടിപ്പോവായിരുന്നു, ഇങ്ങനത്തെ കമൻസ് ഒക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര യുൽ ഫീൽ സോ ഇൻസെക്യൂർ ദാറ്റ് ഇസ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് എ പെർട്ടിക്കുലർ പ്രോബ്ലം അങ്ങനെ. ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വി ആർ ഇൻ കേപ്പബിൾ, വി ഡോണ്ട് നോ എന്താണ് ശരി, ഹൗ ഡസ് തിങ്സ് പ്രോഗ്രസ്, നമുക്ക് ആ കാര്യങ്ങളൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഒന്നും അറിയില്ലായിരുന്നു പ്രഗ്നൻസി എന്താണെന്നോ ആ ജേർണി എങ്ങനെയാണെന്നോ. I had no clue about anything. അപ്പം എന്തായാലും വിത്ത് മൈ മദേഴ്സ് സപ്പോർട്ട് എൻ്റെ ഓരോ സ്റ്റേജിലും ഷീ വാസ് ദെയർ വിത്ത് മീ ടു ഹെൽപ്പ് മീ ഗോ ത്രൂ എവറിത്തിങ്. ആൻഡ് എനിക്ക് എല്ലാം നേരിടാനുള്ള കരുത്തും എല്ലാം തന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയാണ്. എൻ്റെ കൂടെ രണ്ടുപേരും എൻ്റെ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ആരെങ്കിലും ഒരാളോട് നമുക്ക് പെർട്ടിക്കുലർലി എന്തെങ്കിലും കമൻറ്റ് പറയണം അല്ലെങ്കിൽ ഒരു റിമാർക്ക് പാസ് ചെയ്യണം തോന്നുമ്പോൾ ജസ്റ്റ് എ മിനിറ്റ് ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളോട് ആ കമൻറ്റ് പറയുമ്പോൾ എങ്ങനെയിരിക്കും. സോ ഇഫ് സംബഡി സേസ് ദാറ്റ് കമൻറ്റ് ടു യു, വിൽ യു ലൈക്ക് ഇറ്റ് ഓർ ഡു യു ഫീൽ കുറച്ച് ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന കമൻറ്റ്സ് ആരോടും പറയാണ്ടിരിക്കുക. ബിക്കോസ് അല്ലെങ്കിൽ ഓൾ ദ റിലേഷൻഷിപ്സ് വിൽ ഗെറ്റ് ടാർണിഷ്ഡ്. നമുക്ക് പിന്നെ ഇങ്ങനൊരു കമൻറ്റ് പാസ് ചെയ്ത ഒരാളുടെ ആ വേർഡ്സ് നമ്മുടെ ഹാർട്ടിൽ ഇറ്റ് കീപ്സ് ഓൺ ലിങ്കറിങ് അറൗണ്ട് യു. ബിക്കോസ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം യു വിൽ സഡൻലി റിമെമ്പർ അബൌട്ട് എന്നാലും ആൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനൊരു കമൻറ്റ് പാസ് ചെയ്തില്ലേ. അപ്പം അനാവശ്യമായിട്ട് നമ്മൾ ഒരാളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈച്ച് പേഴ്സൺസ് എക്സ്പീരിയൻസ് ഇസ് യുണീക്ക്. അപ്പം എനിക്ക് ചിലപ്പം ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നതാണ്, എനിക്ക് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാണ്, എനിക്ക് ചിലപ്പം അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും, ചിലവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ഐ ഹാഡ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ജേർണി സത്യം പറയുവാണെങ്കിൽ. അപ്പം ആ സമയത്ത് ഓരോരുത്തർ വന്നിട്ട് ഇതെന്താ ഈ കുട്ടി എന്താ ഇതിന് വരാത്തില്ല, ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യാത്ത, ഈ കുട്ടിക്ക് എന്താ അങ്ങനെ ചെയ്ത, എപ്പോഴും എന്തിനാ ബെഡിൽ കിടക്കുന്നത്, അതെന്തിനാ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന. ഇറ്റ്സ് ഓൾ ബിക്കോസ് of the hormonal fluctuations, the difficulties my body had during that initial period of the pregnancy, and എൻ്റെ unique nature. If you ask a proper gynecologist, ഓരോ പേഷ്യൻറ്റും വളരെ ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ഇപ്പം 1+2=3 എന്ന് പറയുന്ന പോലെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം, ഇന്ന ഔട്ട്പുട്ട്സ് ആണ് വരുന്നത്, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, സോ ഇറ്റ്സ് വെരി നോർമൽ. ഇഫ് യു ഫീൽ ടയർഡ് യു നീഡ് ടു ലൈ ഡൗൺ. ഇഫ് യു കാൻറ്റ് സ്റ്റാൻഡ് അപ്പ് യു ഷുഡ് സിറ്റ് ഡൗൺ. During pregnancy, your health and your baby's health, that is the most important. So നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബേബിയെ അത് ബാധിക്കും. നമ്മൾ മെൻ്റലി ഹാപ്പി അല്ലെങ്കിൽ അതും നമ്മുടെ ബേബിയെ ബാധിക്കും. സോ നമുക്ക് ആ സമയത്ത് ഏറ്റവും ആവശ്യം ഹാപ്പി നല്ലൊരു എൻവയൺമെൻ്റ് ആണ്. അപ്പം ഐ ഹോപ്പ് യു ഹവ് ലൈക്ക് മൈ വീഡിയോ. ഇനിയും എൻ്റെ ഈ ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ഈ സ്റ്റോറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള പാർട്സ് ഇനി വരുന്ന വീഡിയോസിൽ മെല്ലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ ഡു ലൈക്ക് മൈ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. So stay tuned to my channel for more exciting videos. Bye bye.